ആ രാമേന്ദ്രൻ സാറേ, എന്താണ് വിശേഷങ്ങള്? ആണോ? ആ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണ്. പിന്നെ ആ പണിസ്ഥലത്ത് ഇടക്കൊന്ന് ശ്രദ്ധിച്ചോളണേ, നമ്മുടെ ഒരു കണ്ണില്ലെങ്കിൽ അവന്മാര് കിടന്ന് ഉഴപ്പും. ആ ആ അത് മതി, അത് മതി, ഇടക്കൊന്ന് ശ്രദ്ധിച്ചാ മതി. ആ ഇല്ല, പണി തുടങ്ങിയ പിന്നെ നമുക്ക് മൊത്തത്തിലൊരു ടെൻഷനാണെന്നേ. ഇല്ലില്ല, ഞാൻ നാളെ വരും. ആ ശരി 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 ശരി, അപ്പൊ നാളെ നാളെ വന്നിട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ. ആ നീ ഇതവിടെ പോയി പാല് വാങ്ങാൻ പോയാ? ഓ, ഒരു വാക്ക് എന്നോട് പറയരുത്, ഞാൻ വന്നാനില്ലേ, നമുക്ക് ഒരുമിച്ച് നടക്കാറുന്നല്ല. ആണാ? ആ എന്നാ പിന്നെ ഒരു കാര്യം, നമുക്ക് നാളെ പോവാം. നാളെ ഇന്ന് ഞാൻ പോയത് ഇവിടെ അടുത്ത കടയിലാണ്. നാളെ നമുക്ക് പാലച്ചോട് പോവാം, അതാകുമ്പോ അത്ര നടക്കാമല്ലോ. പിന്നെ അവിടുന്ന് കട്ടടിച്ച് കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഇതിൽ കൂടെ കറങ്ങി ഇങ്ങ് വരാം. അപ്പൊ ഒരു റൗണ്ട് ആവും, ഒരു 2-2.5-3 കിലോമീറ്റർ അടുത്ത് നടക്കാം. 3 കിലോമീറ്റർ നടക്കാൻ പറ്റുമോ? അപ്പൊ നാളെ നമുക്ക് എന്തായാലും പോവാം. ഉറപ്പായിട്ടും പോവാ. അച്ഛൻ ആരെ വിളിച്ചോണ്ടിരുന്നേ? നമ്മുടെ കോൺട്രാക്ടർ വേണം. അവരൊന്നുമല്ലടാ, ഉൾപ്പള്ളത്തെ വീടിന്റെ തൊട്ടടുത്ത വീട്ടില് രാമേന്ദ്രൻ സാറ്. പുള്ളി ഒരു ഭാര്യയാണേ. പുള്ളി അവിടെ ഉള്ളപ്പ ഈ പണിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നാളെ പോണു. ഞാൻ വരാം, നമുക്ക് ഒരുമിച്ചോ. ഞാൻ സ്ഥിരം പോണതാ, നീ പറഞ്ഞെങ്കിൽ ബാ കൊണ്ടുപോവാ. അല്ല മോളെ, നാ തിരിച്ചു പോണത്? ഞാന് മറ്റന്നാള് കഴിഞ്ഞിട്ട് പോകും. മക്കള് പാലൊക്കെ മേടിച്ച് ഇവിടെ കഥയും പറഞ്ഞോണ്ടിരിക്കുക. ഇവിടെ അല്ല, ഞാൻ ഇവിടെ വന്നിരിക്കണോ? തലേ കയറി അടുക്കളയിൽ പാല് കൊടുത്തിട്ടില്ല, ചായ വെച്ച. സോറി, പറഞ്ഞു. അടുക്കളയിൽ ചായ വെച്ചിട്ടില്ല, കൂടെ പാല് കൊടുക്ക്. പാല് കൊടുക്കാം. കണ്ടാ കുഴപ്പമില്ല, ഇതാണ് സ്വഭാവം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താലും അവസാനം ഇതേപോലെ ഇരുന്ന് കേൾക്കണം. എടാ, അത് നമ്മുടെ വിധിയാടാ. ഇവരിങ്ങനെ പറയും, നമ്മൾ കേൾക്കണം. പുരാണ കാലം തുടങ്ങി അത് അങ്ങനെയാണ്. അത് കൊള്ളാം. ഇപ്പൊ നിങ്ങൾ തമ്മിൽ സെറ്റായ? ഞങ്ങൾ തമ്മിൽ പണ്ടേ സെറ്റിൽ നമ്മളെ ഇത് ചാടുന്നില്ലേ പോയി? പാല് പൊട്ടിച്ച് കളയല്ലേ. കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം 2-2.5-3-4 കിലോമീറ്റർ നടന്നു പോയിട്ട് മേടിച്ചു വന്ന പാലാണ്. പിന്നെ ചേച്ചിയോട് പറയടാ, ക്യാച്ച് പുലർത്തി ഞാൻ എന്തോ ചെയ്യണം? ചേട്ടാ, നാളെ എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ. ആരാ എന്നെ കൊണ്ടുവിടുന്നത്? കുറെ നേരം ഇവിടെ നിന്നപ്പോഴേ തോന്നി ബർത്ത്ഡേ നല്ല വെറൈറ്റി ഫുഡ് കിട്ടും. ആള് പറഞ്ഞതേ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടെന്നാ. പിന്നെ ഐസ്ക്രീം കാണും, കേക്ക് കാണും. ഫുഡിന്റെ കാര്യം ആലോചിക്കുമ്പോ പോയാലോ എന്നൊരു തോന്നലുണ്ട് ചേച്ചി. പക്ഷെ എവിടെയും കൊണ്ട് പോണമല്ലോ എന്ന് ആലോചിക്കുമ്പോ ആ തോന്നലങ്ങ് പോണം. ശിവചേച്ചിയുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടൻ അങ്ങ് എപ്പോഴേ അങ്ങ് റെഡി ആവുമല്ലോ. മക്കളെ, അത് ശിവാനി ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമല്ലോ മക്കളെ. ഓവറാക്കല്ലേ കേട്ടോ, കഴിഞ്ഞാൻ പറ്റും. അപ്പൊ ആരാ എന്നെ കൊണ്ടുവന്നെന്ന് പറ. എനിക്ക് നാളെ കൊറേ നോട്ട് എഴുതാനുണ്ട്. എനിക്ക് നാളെ മറ്റന്നാൾ പോവല്ലേ, അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. എന്റെ അവസ്ഥ അറിയാലോ, എനിക്ക് കുറെ അലക്കാനുണ്ട്. അപ്പൊ ആരും എന്നെ കൊണ്ടുവിടൂല. എന്നാ പിന്നെ വേണ്ട, എന്നെ കുഴിപ്പുള്ള തച്ചൻ കൊണ്ടുവിട്ടോളൂ. കുഴിപ്പുള്ള തച്ചാ, അച്ഛാ, അച്ഛാ, എന്താ തൊണ്ടവലും കുരുങ്ങിയ അച്ഛാ? കരയാണ്. പോയി പ്രഭാരം പോയി. ഈ പ്രകാരൻ അവിടെ പോയ കാര്യം പറയുന്നേ? പ്രഭാകരൻ. ഈ പ്രഭാകരൻ ഏതാ? എനിക്കെങ്ങനെ അറിയാനാ? ആരാ? എവിടെ? റൂം അടിച്ചെടുത്ത റൂമിന്റെ അകത്താ? ഒച്ച കേൾക്കുന്നുണ്ട്. മാത്രം കേൾക്കുന്നുണ്ട്. ഗ്യാസിന്റെ വല്ല പ്രശ്നമാണോ? കുഴപ്പമില്ല.
അച്ഛോ കുഴപ്പമില്ലാത്തോ അച്ഛാ അച്ഛ പുറത്തോട്ടാ. എന്തു പറ്റി അച്ഛാ? എന്തു പറ്റി? ഒന്നുമില്ല. അച്ഛൻ കരയണ എന്തിനാ? സീതാമ്മ വാ. കരയും. ചേട്ടാ ചേട്ടാ കരയുന്നോ? ചിരിക്കണോ ചേട്ടാ? നിങ്ങക്ക് തോന്നുന്നതാ? ചിരിക്കണോ? നേരത്തെ കരയായിരുന്നല്ലേ. ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ എന്താ അമ്മേ ഈ പ്രകാരനാരാ? പ്രകാരനോ? പ്രഭാകരൻ. പ്രഭാകരനോ? പ്രഭാകരൻ ഏത്? പിർപ്പിർന്ന് പറയുന്നത് ഇനീഷ്യലാ. ഈ പ്രഭാകരൻ എന്ന് പറയുന്നത് നമ്മുടെ ആ കുഴിക്കാട്ടെ ആ കൊച്ചച്ഛന്റെ മോന്റെ കാര്യമാണോ ഈ പറയുന്നേ? അവനൊക്കെ പാമ്പ് കടിച്ചാലൊന്നും പറ്റൂല. ഇതവനല്ലെന്ന്. എന്റെ പ്രഭാകരൻ സാർ. ചേട്ടന്റെ പ്രഭാകരൻ. ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രഭാകരൻ സാറ് ഓവർസിയർ ആയിട്ട് ജോലി ചെയ്തിരുന്നേ. ഓവർസിയർ അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രഭാകരൻ സാർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. പുള്ളിക്കാരനെ മരിച്ചുപോയി കാണും, അതുകൊണ്ടല്ലേ ഇങ്ങനെ കരയുന്നേ. പാർവേ അതെ, സീതാമ്മയ്ക്ക് പറഞ്ഞ ആളെ അറിയൂ? പിന്നെ ചേട്ടൻ റിട്ടയർഡ് ആവുന്നതിന്റെ 7 വർഷം മുന്നേ ഈ പറഞ്ഞ സാറ് റിട്ടയർഡ് ആവുന്നത്. ഞങ്ങളൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നേ. വീട്ടിലൊക്കെ എപ്പോഴും വരുമായിരുന്നു. റിട്ടയർഡ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ മോളുടെ കൂടെയോ മോന്റെ കൂടെയോ പുള്ളിക്കാരനുണ്ടായിരുന്നേ? മോളുടെ കൂടെ. പുള്ളിയുടെ പഴയ നമ്പർ എന്റെ മോളിലുണ്ടായിരുന്നു, അത് പോയി. ആർക്കെങ്കിലും ഒരാൾക്ക് എന്നോട് വിളിച്ച് ഒരു വാക്ക് പറയരുത്. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് എല്ലാവർക്കും അറിയാവുന്നു. മരിക്കുന്നതിനും വേറെ വിളിച്ചു പറയും. நீங்க யாரையாச்சும் கூப்பிட்டு கேளுங்களேன், இந்த சவம் எப்போ எடுப்பாங்கன்னு. സാവോ? இந்த பொணத்தை சொன்ன உங்களுக்கு எல்லாம் தெரிய வேண்டாமா? அப்போ சீக்கிரம் கிளம்பலாமே நம்மளுக்கு. പൊണത്തിന് പൊണോന്ന് പറഞ്ഞാൽ മതി പ്ലീസ്. എടാ, അദ്ദേഹത്തിന്റെ വീട് എവിടാന്ന് ചോര്. കൊളത്തൂപ്പുഴയാ. കൊളത്തൂപ്പുഴ. കൊളത്തുപുഴ എന്ന് പറയുമ്പോ നമ്മുടെ കൊല്ലം ജില്ല. അതായത് കറക്റ്റ് പറഞ്ഞാല് ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഏറ്റുമാനൂർ പോണ റൂട്ടിൽ പോകണം. എന്നിട്ട് അവിടുന്ന് മലയോര ഹൈവേ പിടിച്ചിട്ട് നേരെ വിട്ട് കഴിഞ്ഞാൽ പുല്ലൂരിന്ന് സത്യം പറഞ്ഞാൽ പുല്ലൂരിന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോവാം, അച്ചൻകോവിലിൽ പോവാം. അച്ചൻകോവിലാണെങ്കിൽ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അത് കഴിഞ്ഞ് നേരെ വിട്ട തെങ്കാച്ചി എന്നാണെങ്കിൽ കുട്രാലം ആണെങ്കിൽ വേനലല്ലെങ്കിൽ നല്ല ഇടി വെട്ടി മഴ അങ്ങോട്ട് വരും. മഴ മാത്രമല്ല സൂപ്പർ വെള്ളച്ചാട്ടം. പിന്നെ നന്നായിട്ട് കുളിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളന്ന് പോയപ്പോ എന്ത് മഴയായിരുന്നു അറിയും. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാരും നിരഞ്ഞെന്ന് കുളിക്കുമായിരുന്നു. അയ്യോ, ഇത്ര കറക്റ്റ് ആയിട്ട് പറയാ. നീ അപ്പൊ പോയി? അന്ന് ഞാനും എന്റെ പിള്ളേരും എല്ലാരും കൂടെ അന്ന് പോയില്ലേ. എന്നിട്ട് നീ അത് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരാള് പോയിരിക്കുന്നു, ഇപ്പൊ ഞാൻ പോയതാ ഇവിടുത്തെ. അയ്യോ പ്രഭാകരൻ ചേട്ടൻ, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ റെഡിയാവേ, ഞാനും വേഗം റെഡിയാവാം. ഇവിടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഞാനും റെഡിയാവാം, ഞാനിവിടെ വരാം. ഞാനും കൂടെ വരാം. அப்படின்னா நானும் வரேன். എല്ലാരോടും ഞാനും വരാം. ചേച്ചി പോരെ? എന്നാ പിന്നെ ടെമ്പോ ട്രാവലർ ഇടാ, എല്ലാവർക്കും കൂടെ കയറി പോവാ അങ്ങോട്ട്. പോവാം. തിരിച്ചു വരുന്ന വയ്ക്കുന്ന കുട്ടാലത്ത് പറയണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എല്ലാരും പോയി വേഗം റെഡി ആയിക്കേ. എവിടെ പോണ്? ആരും പോവല്ലേ? അങ്ങോട്ടൊന്നും പോണ്ട. എന്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങണ്ടേ? അവിടെ ബോഡി എടുക്കുമ്പോ അവിടെ എത്തണ്ടേ? ബോഡിയൊക്കെ 3 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞെന്ന്. പ്രഭാകരൻ സാറ് മരിച്ചിട്ട് 3 വർഷമായി. ഞാൻ ഇന്ന് രാവിലെ ഫോൺ നോക്കിയപ്പോ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയണത് 3-ാം ചരമവാർഷികത്തിന്റെ പോസ്റ്റ്. ആരും എന്നെ അറിയിച്ചില്ലടാ, ഒരു വാക്കുപോലും പറഞ്ഞില്ല. സഹിക്കോളാ പ്രഭാകരൻ സാറേ, പോരേട്ടാ, എന്നോട് പോറക്കണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ അയ്യോ. മരിച്ചിട്ട് 3 വർഷമായിരുന്നല്ലേ? എന്നിട്ട് കുഴപ്പമുള്ള അച്ഛൻ ഇപ്പോഴാണ് അറിയണത്. നല്ലൊരു ട്രിപ്പ് മിസ്സായി.
പിന്നെ അകത്ത് മുഴുവൻ തപ്പിയാ കാണുമോ? ഇതെന്തൊരു ഇരുത്തായി മനുഷ്യൻ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കഴിച്ചിട്ടുമില്ല. എന്താ നേരത്തെ ഞാൻ നോക്കുമ്പം അകത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ അതേ നോക്കുമ്പോ ഇവിടെ ഇരിക്കുന്നു. ഈ മരിച്ചുപോയ പുള്ളിയും അച്ഛനും തമ്മിൽ അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു. അച്ഛൻ ആരോട് ആത്മബന്ധം ഇല്ലാത്ത? എല്ലാരോടും ആത്മബന്ധമല്ലേ. വഴിയൂടെ പോകുന്ന ആൾക്കാരോട് ഒരു ആത്മബന്ധമാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്ന ഇങ്ങനെ ശരിയാവും. ഒരു വക കഴിച്ചിട്ടുമില്ല. ഇതേ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ. അതന്നെ ഞാനും പറഞ്ഞോണ്ടിരുന്നേ. അത് ഞാനെന്നാ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. എടാ ഒന്നും കഴിച്ചിട്ടില്ലടാ, മരുന്നും കഴിച്ചിട്ടില്ല. അതാണോ മീൻ വറുത്തോണ്ടിരിക്കണേ? അല്ല ഓടാ വാ ചോദിക്കാം. ചേട്ടാ ഇതെന്തോ ഇരിപ്പാ ഇരിക്കുന്നേ? വല്ല കഴിക്കണ്ടേ? അച്ഛൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, മരുന്നും കഴിച്ചിട്ടില്ല. അച്ഛൻ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ? ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നമാവാനാണ് മോളെ? നിങ്ങൾക്കറിയോ, 3 ഒരുമിച്ചിരുന്ന ആൾക്കാരാണ് ഞങ്ങള്. ആലുവ, ചാലക്കുടി, പുനലൂര്. എന്തിനാ അവിടെ ഒരുമിച്ചിരുന്നേ? മോളെ അച്ഛനും ആ സാറും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നതാ. സാറിന് പുനലൂരേക്ക് ട്രാൻസ്ഫർ ആയപ്പോഴേ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയി. അതാണ് ആ സാറിന്റെ സ്നേഹം. ചേട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്തേ, ചോറെടുത്ത് വെച്ചേക്കുന്നു. നല്ല ഒന്നാന്തരം വറ്റിച്ച ചൂരക്കറിയുണ്ട്, വന്ന് കഴിച്ചേ. നല്ല സൂപ്പറായിട്ട് ചൂര വറുത്തും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ എന്റെ മൂത്ത് നോക്കി എങ്ങനെ പറയാൻ തോന്നണ്? ചമ്മന്തി ഉണ്ടച്ചാ. എനിക്കൊന്നും വേണ്ട, എനിക്കങ്ങനെ ഇറങ്ങൂല. എന്റെ സാറ് എല്ലായിടത്തും പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണല്ലേ. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയപ്പോ എന്നെ വിളിക്കാഞ്ഞേ? അച്ഛാ ആ സാർ മരിച്ചു പോയതാ, അല്ല ടൂറിനൊന്നും പോയതല്ല. പിന്നെ ആ സാറ് മരിച്ചിട്ട് ഇന്നേക്ക് 3 വർഷമായി. അച്ഛനിങ്ങനെ ഇരിക്കല്ലേ അച്ഛാ, കാലമൊക്കെ കുറെ കടന്നുപോയി. മോളെ ആ സാറ് 3 വർഷം മുമ്പും 30 വർഷം മുമ്പും മരിച്ചാലും ഞാൻ ഇന്നല്ലേ ആ വാർത്ത അറിയുന്നത്. അപ്പൊ സാർ എനിക്ക് ഇന്ന് മരിച്ച പോലെ എന്റെ ഫീലിംഗ് കേച്ചു. നോക്കി എന്റെ കയ്യൊന്ന് തൊട്ട് നോക്കി, തണുത്ത് മരവിച്ചിരിക്കണെന്താ? ആ വാർത്ത അറിഞ്ഞപ്പോ തുടങ്ങി മൊത്തം ഒരു മരവിപ്പാടാ. അത് മരുന്ന് കഴിക്കാത്തോണ്ടാ. ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും മരുന്ന് കഴിക്കാച്ചാ. എനിക്കൊന്നും വേണ്ട. നിങ്ങറിയാമോ, പുനലൂരിരിക്കുമ്പോ സാർ എന്നും കുളത്തപ്പുഴയുള്ള വീട്ടിൽ പോയി തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ 2 കയ്യില് 2 പൊതിച്ചോറുണ്ടാവും. സാറിന് ഭയങ്കര ആർത്തിയായിരുന്നോ? 2 പൊതിച്ചോറൊക്കെ കഴിച്ചു. അതല്ല മോളെ, ഒരു പൊതിച്ചോറ് അച്ചക്കുള്ളതാണ്. അപ്പൊ സീതാമ്മ ഒന്നും തന്നോടത്തില്ലായിരുന്നോ? സീതാമങ്ങ് കുഴിപ്പള്ളത്ത്, അച്ഛൻ പുനലൂര്. അപ്പൊ നിങ്ങള് വഴക്കായിരുന്നു. കേച്ചു ഇവളെ വിളിച്ചോണ്ട് പോടാ. കേട്ടോ, ഒരിക്കല് മീൻ മുള്ളു കൊണ്ട് എന്റെ കൈ മുറിഞ്ഞ് അന്ന് സാറാ എനിക്ക് ചോറ് വാരി തന്നത്. അത്രക്ക് സ്നേഹസമ്പന്നനാണ് എന്റെ ഈ പ്രഭാകരൻ സാർ. നേരത്തെ പ്രകാശനല്ലായിരുന്നോ? ഇപ്പൊ ഈ പ്രകാരനായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രഭാകരൻ. കണ്ടിന്യൂ. ഇനി പറയാനൊന്നുമില്ലടാ. എണീച്ചേട്ടാ വന്നു എല്ലാം കഴിച്ചേ. ബാ അതെന്നെ പഠിക്ക്. പണ്ട് പുനലൂരുണ്ടായിരുന്നപ്പോ ഒരിക്കലും ഞാൻ ബൈക്കിൽ വീണ് കാലൊടിച്ചപ്പോ തീർന്നില്ലേ ഇത്? ഇല്ല, ഇപ്പഴാ ഓർത്തു. പ്രഭാകരൻ സാറ് എന്നെ നീ പിടിച്ചേക്കണത് പോലെ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോഴും അതൊക്കെ ഓർക്കത്തിന്റെ സാറേ. നിങ്ങളുടെ കാലിനെന്ത് പറ്റി? ശരിയാണല്ലോ, കാലിനൊന്നുമില്ലല്ലോ. നീ ഒന്ന് താങ്ങിയപ്പോ ഞാനൊന്ന് തൂങ്ങിയതാ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. എന്നാ ബാബു ഇതൊക്കെ
കിടന്നുറങ്ങുന്നുണ്ട്. കിടന്നുറങ്ങട്ടെ, അത് കഴിയുമ്പോഴത്തേ ക്ഷീണമൊക്കെ മാറും. എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. ഇത്രയും നേരമായിട്ട് എന്ത് ചാടിത്തുള്ളി നടന്ന മനുഷ്യനാണ്. പെട്ടെന്നൊരു വാർത്ത കേട്ടപ്പോൾ തന്നെ കരഞ്ഞ് ഇല്ലാതായല്ലോ. എന്താടാ ഉമ്മാ പതുക്കെ ഉറങ്ങുമല്ലേ? പാവം കരഞ്ഞു ഉറങ്ങി. അന്ന് മരിച്ചവരെ ആരും ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞു പോലും ഇല്ലല്ലോ. ഉമ്മ ഒത്തിരി കൊല്ലം മുന്നത്തെ കാര്യമല്ലേ. അന്ന് കൂടെ വർക്ക് ചെയ്തവരൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പലരും പല വഴിക്ക് പോയി കാണും. പിന്നെ മാത്രമല്ല, മരിച്ച കാര്യം ചിലപ്പോ അച്ഛനെ വിളിച്ചു പറയാൻ വിട്ടുപോയി കാണും ആരെങ്കിലും. അയ്യോ, ഉറങ്ങിയല്ലേ? നന്നായി. അവിടെ മുറി വെച്ചിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമായിരുന്നു ഉറങ്ങാതെ. ഇടയ്ക്കിടയ്ക്ക് ചാടി എണീറ്റിട്ട് പ്രഭാകർ സാറേ എന്ന് പറഞ്ഞ് കരയും. മിണ്ടണ്ട, ശബ്ദം വെക്കണ്ട, ഉറങ്ങിക്കോട്ടെ. എങ്ങാനും കണ്ണു തുറന്നാൽ വീണ്ടും പ്രഭാകർ സാറേ എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങും. അല്ല, ഇതിപ്പം ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ തന്നെ കടന്നു കഴിഞ്ഞാൽ കുറച്ചാകുമ്പോ നമ്മളിരുന്ന് കരയേണ്ട വരും. സ്വപ്നത്തില് പ്രകാരൻ സാർ വന്നെന്ന് തോന്നുന്നു. അയ്യോ, കുഴപ്പമില്ലച്ചോ. എണീക്കേ സാറേ, നമുക്ക് ഡ്യൂട്ടിക്ക് പോട്ടെ സാറേ. സാറ് താഴ്ത്താ മതി, ഞാൻ പോസ്റ്റേ കയറിക്കോളാം സാറേ. പോവാ സാറേ. കുഴപ്പമില്ലച്ചോ. നിങ്ങളൊക്കെ എന്താ ഇവിടെ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എനിക്കെന്ത് പറ്റണം? ഞാൻ പറയാം. അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. അച്ഛൻ ശ്രദ്ധിച്ച് കേക്കണം. അച്ഛൻ ഇങ്ങനെ തളർന്നിരുന്നിട്ട് കാര്യമില്ല. മനുഷ്യരാവുമ്പോ ഒരു സമയത്തും അങ്ങ് പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെങ്ങ് ഉൾക്കൊള്ളണം. അല്ലാണ്ട് നമുക്കും കൂടെ പോണെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അത് തന്നെ, പോണ്ട സമയമാകുമ്പോ പോവും. ഇങ്ങനെ പോയി കഴിഞ്ഞാ അധികം വയ്യാതെ അച്ഛൻ പോവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയും. എന്റെ പ്രഭാകരൻ സാറ് മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറയാണ്, ജനാർദ്ദന നീയും കൂടെ എന്റെ കൂടെ പോരുന്നോന്ന് ചോദിച്ചാൽ ഞാനെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഞാൻ എന്റെ സാറിന്റെ കൂടെ പോയാനെ. അത്രയ്ക്ക് ഇഷ്ടോടെ എനിക്ക് ആ മനുഷ്യനെ, അത്രയ്ക്ക് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. അച്ഛാ, ഞാൻ പറഞ്ഞ് ടൂറിന് പോയതല്ലാന്ന്. அது அப்படிதாங்க. நல்லவங்களை எல்லாம் சீக்கிரம் கடவுளை கூப்பிடுவாரு. എന്ത് ചീക്രം കൂപ്പിട്ടെന്ന് ഈ പറയുന്നേ? ചേട്ടൻ റിട്ടയർഡ് ആവുന്നതിന് 7 വർഷം മുന്നേ ഈ പറഞ്ഞ പ്രഭാകരൻ സാർ റിട്ടയർഡായി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഇതൊന്നും കാണാനിട്ടാണ് ഇപ്പൊ മരിച്ചെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഈ കിടന്ന് ഷോ ഓഫ് കാണിക്കുന്നത്. പിന്നല്ലാണ്ട് വിളിച്ചില്ലെങ്കിലും ആ മനുഷ്യൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. നിനക്കറിയോ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ മനുഷ്യനെ ഞാൻ ഓർക്കുമായിരുന്നു. വർക്കിംഗ് ഡേയ്സിലാണോ ഓർത്തത് അതോ അവധിയുള്ള ദിവസമാണോ ഓർത്തത്? വിളിച്ചോണ്ട് പോണോ ഇവിടെ? അല്ലൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഇറങ്ങിപ്പോടി പാർവേ. അച്ഛാ, അച്ഛൻ ഈ സാറായിട്ട് അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നെങ്കിലേ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും ആ സാറിനെ പോയി കണ്ടുകൂടായിരുന്നോ? என்ன லட்சு இது? அந்த சாருக்கும் அப்பா வந்து பார்க்கலாம்ல? ഇങ്ങനെ ആ മനുഷ്യനോട് മനസ്സിൽ സ്നേഹമൊന്നും ഇല്ലായിരുന്നേ. എന്നിട്ടാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് മുഴുവൻ. സീതേ, ചങ്ക് പൊട്ടണം. നെഞ്ചു വേദനിക്കുന്ന പോലെ പോലെയല്ലേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല. പ്രഭാകരൻ സാറേ, എന്റെ പ്രഭാകരൻ സാറേ, എന്റെ പ്രഭാകരൻ സാറേ. നെഞ്ചേനെന്ന് പറഞ്ഞാൽ എന്തോന്ന് ഇവിടെ പിടിച്ചേക്കുന്നേ? അതിന് നെഞ്ചേനല്ല, ഒരു കുളത്തിപ്പിടുത്തോളൂ. നിങ്ങൾ എനിക്ക് ഇത്തിരി സ്വസ്ഥത തരുമോ? ഇവിടെ മാറി. ആ മോനെ, ഇല്ലില്ല, ഇവിടെ പുറത്തെവിടെയോ ഉണ്ട്. ആ ഇല്ല, കഴിച്ചിട്ടില്ല. നീ വല്ലതും കഴിച്ചോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. ആ ശരി.
இவங்களுக்கு அப்பா ஏதாவது சாப்பிடுவாங்களா இல்ல அப்படியே அழுதுட்டே இருப்பாங்களா? അഴുതെഴുതി ചേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ஐயோ அப்படிலாம் சொல்லாதீங்க. പിന്നെ ഞാൻ എന്തുവാ പറയണ്ടേ? ആ നിന്റെ കുഴിപ്പളത്തച്ഛൻ എന്തിയെ? അവിടെ ഒരാളുടെ നമ്പർ തപ്പിക്കൊണ്ട് നടപ്പുണ്ട്. ആറ് നമ്പര്? അതായത് നമ്മുടെ ഈ മരിച്ചുപോയ പ്രഭാകരൻ സാറ്, സാറും നമ്മുടെ ജനാർദ്ദനൻ സാറും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു കൊളീഗായ ഏതോ ഒരു സാറ്, ഇതിനൊരു സാറിന്റെ പേര് പറഞ്ഞു മറന്നു കഴിഞ്ഞേ, അവര് മൂന്നുപേരും കൂടാണ് ഒരുമിച്ച് സ്ഥിരം പൊക്കോണ്ടിരുന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ പുള്ളിയുടെ നമ്പർ കിട്ടുന്നില്ലെന്ന്. കൂടെ വർക്ക് ചെയ്തിരുന്നോ? അതെ, ആ പുള്ളിയുടെ നമ്പർ കിട്ടിയ വിളിച്ചിട്ട് തെറി വിളിക്കായിരുന്നു. പ്രഭാകരൻ സാറ് മരിച്ചിട്ട് വിളിച്ച് പറഞ്ഞില്ലെന്ന്. ഓ അങ്ങനെ. ആരാളാരാ പേര്? ബാഹുലേയൻ. பாவல்ல அப்பா ரொம்ப வருத்தமா இருக்காருல்ல. കിട്ടിയടാ, ബാഹുലേന്റെ നമ്പർ കിട്ടി. ഞങ്ങളെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നാണേ. എന്നിട്ടാണ് കൂടെ ഉണ്ടായിരുന്ന പ്രഭാകരൻ സാറ് മരിച്ചിട്ട് ഒരു വാക്ക് ഇവൻ അറിഞ്ഞിട്ടുണ്ടാവും. ഇവൻ മനഃപൂർവ്വം പറയാത്തതാ. ഇവൻ പണ്ട് ലൈൻ വേണ്ട, ആ കഥയൊന്നും ഞാൻ പറയണില്ല ഇപ്പൊ. ആ ഞാനൊന്ന് വിളിക്കട്ടെ. അച്ഛാ കൂടെ ചങ്കാട് നിന്നവരുടെ നമ്പർ ഒന്നും ഇല്ല അച്ഛൻ്റെ? നമ്പറൊക്കെ പോയില്ലേ മോളെ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു തന്നെ നമ്പർ തപ്പി പിടിച്ചെടുത്തത്. ഞാൻ വിളിക്കട്ടെ. ഹലോ, ബാഹുലേനല്ലേ? ജനാർദ്ദനാ? ഏത് ജനാർദ്ദനാ? ഓഹോ, താൻ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെയൊക്കെ മറന്നുപോയി അല്ലേ? ഇവിടെ താൻ ഒരു ദിവസം ഫ്യൂസ് കെട്ടാൻ കമ്പിയില്ലാതെ വിഷമിച്ച് നിന്നപ്പോ കമ്പി കൊണ്ട് തന്റെ കൈവെള്ളയിൽ വെച്ച് തന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ജനാർദ്ദനൻ. ആ ഇപ്പൊ പിടികിട്ടി. വിശേഷമൊക്കെ പിന്നെ പറയാം. താൻ എന്തുകൊണ്ടാണ് പ്രഭാകരൻ സാറ് മരിച്ച കാര്യം എന്നോട് പറയാതിരുന്നത്? ഏത് പ്രഭാകരൻ? ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുളത്തൂപ്പുഴ പ്രഭാകരൻ സാർ. ആ പുള്ളി മരിച്ചു പോയല്ല, 3 വർഷമായി. ബാഹു കരയണ താൻ? ഇടോ താനും പറഞ്ഞില്ലേ? ഞാനും പറഞ്ഞില്ലടോ പ്രഭാകരൻ സാറ് പോയത്. നമ്മളോട് രണ്ടുപേരോട് ആരും പറഞ്ഞില്ലടോ. ഹലോ, ബാബുലേ സാറല്ലേ? കരയണ്ട. അല്ല, ഫോൺ കട്ട് ചെയ്തിട്ട് സമാധാനമായിട്ട് സാറ് കരഞ്ഞു. അല്ല, രാവിലെ പോലെ ചേട്ടനോട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. സമാധാനമായിട്ട് കരഞ്ഞു. ശരി എന്നാലേ. അപ്പൊ പ്രഭാകരൻ സാറ് മരിച്ച കാര്യം ഞാനും ബാഹുലേനും മാത്രമേ അറിയാതിരിപ്പുള്ളൂ. അപ്പൊ ഇതിലെന്തോ ദുരൂഹത ഉണ്ടാ? അച്ഛ, അമ്മയുടെ ഒരു പോക്ക് കണ്ടിട്ട് അമ്മയുടെ മൂഡ് ചെറുതായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് അച്ഛനുള്ള നേരത്ത് ഫുഡ് കഴിക്കുന്നത് ഒരു നല്ല ആശയമായിരിക്കും. ഇറങ്ങൂല മോളെ. കുഴപ്പമില്ലത്തച്ചോ, വിഷമമുള്ളതേ ഒരു സൈഡിൽ കിടന്നോട്ടെ, അതിന്റെ കൂടെ തന്നെ കുറച്ച് ചോറും കിടന്നോട്ടെ. കേശു, നിനക്ക് സാധിക്കുമായിരിക്കും, ജനാർദ്ദനത് സാധിക്കൂലടാ. ഒരു തുള്ളി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. എന്നാലും എന്തൊരു പോക്കാ പോയത്? പ്രഭാകരൻ സാറല്ലേ? അല്ല, സീതാമ്മ പോയത് കണ്ടിട്ടെ എന്തോ ഒരു ബന്ധയോട് തോന്നുന്നുണ്ട്. കുഴപ്പത്തേക്കാണോ? അല്ല, പ്രഭാകരൻ സാറിന്റെ വീട്ടിലേക്ക്. പ്രഭാകരൻ സാറിന്റെ വീട്ടിലേക്കാ? അതെ. അതങ്ങ് കുളത്തൂപ്പുഴയാണ്. അതിനെന്താ, ഇപ്പൊ വിട്ടു കഴിഞ്ഞാൽ വെളുക്ക് അങ്ങ് ചെല്ലാം. പോകുമ്പോഴത്തേക്കിനും ആ കൂടെ ആ ബാഹുലേൻ സാറിനെയും കൂടെ വിളിച്ചു. അത് നല്ല ഐഡിയ ആണ് സീതമ്മ. അതാകുമ്പോഴത്തേക്ക് അവർക്ക് കരഞ്ഞ് അങ്ങ് എത്താലോ. അതെ. അല്ല സീത, ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പുള്ളി മരിച്ചിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞ്. അല്ല, പുള്ളിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾക്കായിരുന്നല്ലോ ഇത്ര നേരം വലിയ വിഷമം. അതൊക്കെ അല്ല കേശു, ഇപ്പൊ ഇവിടുന്ന് കുളത്തൂപ്പുഴക്ക് പോയാലേ പറ്റില്ലൂടാ? ഇതാകുമ്പോ പറഞ്ഞാലും വെളുപ്പിനാകുമ്പോ ചെല്ലും, ഒരു 8 മണിക്കൂർ. ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യണം. അതിനിപ്പോ എന്താ? അല്ല, ഞാനത് വിഷമിച്ചിരിക്കായിരുന്നല്ല, കഴിച്ചില്ലായിരുന്നു. അയ്യോ, കഴിക്കണ്ട. അല്ല, കഴിച്ചില്ലെങ്കിൽ മരുന്ന് കഴിക്കണ്ടേ? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റും. അയ്യോ, പറ്റിക്കോട്ടെ. അങ്ങനെ ആകുമ്പോ പുള്ളിയുടെ അപ്പുറം കിടക്കാലോ നിങ്ങക്ക് പോയാ. ഞാൻ പോവൂല. അയ്യോ, പോയേ പറ്റൂ. ഞാൻ പോവൂല. പിടിച്ചേ, ഫോൺ പിടിച്ചേ, ബാഗ് പിടിച്ചേ.
ഞാൻ പോവില്ല സീത. ഇല്ല, പറ്റത്തില്ല. സീത ഞാൻ പോണില്ല. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. എന്നാ നേരെ റൂമിലോട്ട് പൊക്കോട്ടെ. ആ. പ്രഭാരം. മിണ്ടരുത്. കൊറേ നേരമായി തുടങ്ങിയിട്ട്.